ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്നൂസ് കിച്ചൺ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ആദ്യമേ നേരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി ലേറ്റായി എന്നറിയാം. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. കാര്യം ഓണ റെസിപ്പീസ് ഇടുന്നതിൻ്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇടാൻ കഴിയാതിരുന്നത്. ഇത് ഞാൻ ചെയ്തിട്ട് തന്നെ ഏകദേശം ഒരു 1.5 മാസത്തോളം ആയെന്ന് തോന്നുന്നു ലഡു. പക്ഷേ ഇടാനുള്ളൊരു കറക്റ്റ് ടൈം എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലഡുവിന് വേണ്ടി എടുക്കുന്ന മാവ് കടലമാവാണ് കേട്ടോ. 1.5 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുക്കുന്നത്. കടലമാവ് നമ്മൾ ലഡുവിന് വേണ്ടി എടുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയ ചെറിയ തരി മാതിരി കാണും. അപ്പം നമ്മളത് ബാറ്റർ റെഡിയാക്കുമ്പോഴത്തേക്കും അത് അതേപോലെ തന്നെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊരു ലിക്വിഡ് ഫോമിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ചെറിയ തരി കിട്ടും. അപ്പോൾ അതൊന്ന് കളഞ്ഞ് വയ്ക്കുക നിങ്ങൾ. മാവ് ഞാനപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ അരിച്ചെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ലിക്വിഡ് ഫോമിലാക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തേക്കണം. പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുറേശ്ശെ മാവ് ആഡ് ചെയ്ത് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിൽ ആക്കിയെടുക്കണം. ലഡുവിന് നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്റർ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിക്വിഡ് ഫോമിൽ വേണം ഇരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ബൂന്തി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവ് ആട്ടിയെടുക്കത്തില്ലേ, അതിൽ നിന്നും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമ്മുടെ ഈ ഒരു ബൂന്തിയുടെ ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുവാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് സോൾട്ട്. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്യാം. ഒരു 4 ഡ്രോപ്പ് ഫുഡ് കളറേ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല. നമുക്ക് ഹെൽത്തിനും നല്ലത് മഞ്ഞൾപ്പൊടി തന്നെയല്ലേ, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്. ഒരുപാട് ആഡ് ചെയ്യരുത്, ഒരു പിഞ്ചിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുള്ളൂ. നമ്മൾ ആ മധുരത്തിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സോൾട്ട് ഇതിനകത്ത് ആഡ് ചെയ്തു എന്ന് അറിയാൻ പറ്റരുത്. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. കുറച്ച് ആഡ് ചെയ്യാവളെ. നമ്മൾ കുറേശ്ശെ മാവ് ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് ബാറ്റർ റെഡിയാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. നമുക്ക് ഒരുമിച്ച് നമ്മൾ മാവ് ആഡ് ചെയ്ത് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ലിക്വിഡ് ഫോമിലാക്കി എടുക്കാനായിട്ട്. ഇതേപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കറക്റ്റായിരുന്നു അത്. ഇതേപോലെ ഒരു കുഴിയുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ കോരി നോക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അപ്പം അറിയാൻ പറ്റും എത്രമാത്രം അത് കട്ടിയാണ് ലൂസാണോ എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്തോളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കായും കുറച്ച് നട്ട്സുമാണ്. നട്ട്സ് ഞാൻ കാഷ്യൂസും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് ഇല്ല, അതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്യൂസ് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് പൊടിച്ച് വേണം ഇടാൻ. അല്ലെങ്കിൽ നമുക്ക് അത് ലഡുവിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലൊന്ന് ഉരുട്ടി വരുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല, വലിയ പീസായിട്ട് കാഷ്യൂസ് കിടന്നാൽ. ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുവാണ്. ഷുഗർ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഏലക്ക ഞാൻ അപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തു. ഈ ഒരു ഫോമിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബൂന്തി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബൂന്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബൂന്തി റെഡിയാക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ ഹോളുള്ളൊരു കണ്ണാപ്പ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് വേണം നമ്മൾ ആ ബാറ്റർ നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഹോൾസിൽ കൂടി കുറേശ്ശെ വീഴത്തോളൂ. ചുറ്റിക്കാതെ നമ്മൾ മാവ് എണ്ണയിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചുറ്റിച്ച് തന്നെ ഇതിലേക്ക് മാവ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കുഞ്ഞു കുഞ്ഞു ബോൾസ് മാതിരി കിട്ടത്തുള്ളേ. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത്. ഒരുപാട് ഫ്രൈ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ കളറായി പോകും. അപ്പോൾ അതിനു മുന്നേ നിങ്ങളിതൊന്ന് കോരി മാറ്റിക്കോളണേ. നമ്മൾ സോഡാപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ബൂന്തി ഒരു നല്ലൊരു ക്രിസ്പി മാതിരി നമുക്ക് കിട്ടും. നമ്മൾ സോഡാപ്പൊടി ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകും കേട്ടോ. ഞാൻ എടുത്തേക്കുന്നതിന് കുറച്ചും കൂടെ വട്ടത്തിനുള്ള പാൻ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ.
ബൂന്തി ഞാനപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ടത്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാനപ്പോൾ വേറൊരു പാൻ എടുത്തു ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണേ. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ മാവ് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ഷുഗർ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഫോം നമുക്ക് കിട്ടത്തില്ല ലഡുവിനെ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുവാണ്. ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3 ഡ്രോപ്പ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ കളറ് ഒരുപാട് വേണ്ടാന്നുള്ളവർ ഒരു 1-2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നത് കൊണ്ട് 3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഷോപ്പിൽ നിന്നുള്ള ആ ഒരു ലഡുവിൻ്റെ കളർ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായും കൂടെ ആഡ് ചെയ്യുവാണ്. ഏലക്കായുടെ ആ ഒരു സ്മെല്ല് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. സിറപ്പ് അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ആ ടൈം കൊണ്ട് ഞാൻ ബൂന്തിയിൽ നിന്നൊരു 1/4 പോർഷൻ എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുവാണ്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിക്കാനൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സി ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രയും മതിയാവും. കണ്ടോ, ഈ ഫോമിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്യുവാണ് കേട്ടോ. ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷുഗർ നന്നായിട്ടൊന്ന് കട്ടിയായി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ബൂന്തിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൊണ്ട് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്, ഷുഗർ സിറപ്പും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് നമുക്ക് ഈ ഒരു ഫോമിൽ വേണം കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് കട്ടിയായി പോകരുത്. ജസ്റ്റ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ബൂന്തി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ബൂന്തി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ആ സിറപ്പിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബൂന്തി. ബൂന്തി നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് എടുത്ത് പൊടിച്ച് കളയരുത് കേട്ടോ. മിക്സിയിൽ 1/4 പോർഷൻ മാത്രമേ എടുത്ത് പൊടിക്കാവുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണ് ഗീയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ കാഷ്യൂസും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ലഡുവിന് വേണ്ടിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് വേറൊരു ബൗളിലോട്ട് മാറ്റുവാണെന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക നിങ്ങൾ. ഇപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി വേണം നമ്മളിത് ബോൾസാക്കി എടുക്കാനായിട്ട്. ഒരുപാട് തണുത്ത് പോകാനും പാടില്ല. തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റ് ചൂടോടി തന്നെ നിങ്ങളിത് ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഇത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലൊന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ചൂട് ഫീൽ ആവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ മാക്സിമം ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞാൻ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചൂടാണെന്ന്. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ പിടിച്ച് നമ്മൾ ഇതേപോലെ ഉരുട്ടിയെടുക്കാം. കുറേശ്ശെ ബൂന്തി ആഡ് ചെയ്ത് അതൊരു വലിയ ബോൾസാക്കി എടുത്താൽ മതിയാവും കേട്ടോ. ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൂന്തി താഴോട്ട് ഇടുന്നത് ബോളിലോട്ട്.
പക്ഷേ നമുക്കത് നന്നായിട്ട് തണുത്ത് പോകുന്നതിന് മുന്നേ ഉരുട്ടി എടുക്കുകയും വേണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്ന്. ഇതുപോലെ ഒന്ന് ബൂന്തി നമ്മൾ പരത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. നമുക്ക് ഇതേപോലെ ഉരുട്ടി എടുക്കാനും എളുപ്പമായിരിക്കും. മാക്സിമം നല്ല റൗണ്ടായിട്ട് തന്നെ നിങ്ങൾ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ലഡുവിൻ്റെ ഭംഗിയൊക്കെ ഇതിനുണ്ടാവത്തുള്ളേ. എനിക്കിവിടെ ഫുള്ളായിട്ട് 10 ലഡുവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഷുഗർ സിറപ്പിൻ്റെ അളവും മാവിൻ്റെ അളവൊന്നും മാറ്റുമൊന്നും ചെയ്യരുത്. കാര്യം ഇത് തന്നെ കറക്റ്റ് അളവാണ്. പിന്നെ മധുരം ഒരുപാട് വേണ്ടാത്തവർ മാത്രം ഒരു 1/4 കപ്പ് ഷുഗർ എടുത്താൽ മതി കേട്ടോ. മധുരം നമ്മൾ ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ലഡുവിൻ്റെ അത്രയും വേണ്ടാത്തവർ 1/4 കപ്പ് ഷുഗർ എടുത്താൽ മതിയാവേ. ഇതിപ്പോൾ നമ്മൾ ഉരുട്ടി വരുമ്പോഴത്തേക്കും ആ ഒരു ഡേ കളർ കുറവായിരിക്കും ലഡുവിന്. കാര്യം നമ്മൾ ആ സിറപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കളർ ലഡുവിന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഞാനപ്പോൾ ഉരുട്ടിയെടുത്ത ടൈമിലുള്ള ലഡു ആണ്. നമ്മൾ തമ്പനിയിൽ നോക്കിയാൽ മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത പിക്ചറാണേ. അപ്പം നിങ്ങൾ സെർവ് ചെയ്യുകയാണെങ്കിലും ഒരു ദിവസം വെച്ചിരുന്നിട്ട് പിറ്റേ ഡേയ്സ് മാത്രമേ എടുത്ത് ലഡു സെർവ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴും വിശേഷ ദിവസങ്ങളിലൊക്കെ ആണെന്നെങ്കിൽ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനേ. ലഡു അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഫോളോ ചെയ്ത് വീട്ടിൽ ഇനി ലഡു ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.